എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ദാ എത്തി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 576/2024. ഈ കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോടാം. നിങ്ങൾ ഉറപ്പിച്ചോ, നാളെ നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്നത് ഈ കാറ്റഗറി നമ്പറിൽ വന്ന നോട്ടിഫിക്കേഷനിലായിരിക്കാം. ഉറച്ച ശബ്ദത്തിൽ ഞാൻ പറയുന്നു, കാറ്റഗറി നമ്പർ 576/2024 നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്ന കാറ്റഗറി നമ്പർ. അപ്പൊ ഇവിടെ നോക്കാം. ദെൻ പോസ്റ്റ് വന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. ദെൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ദെൻ അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്. ഇത്രയും സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിയമനം കിട്ടുന്നത്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടും. ദെൻ അത് കഴിഞ്ഞ സാലറി സ്കെയില് 39,300 മുതൽ 83,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതായത് 2026 ഏപ്രിൽ മാസത്തിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. ദെൻ അത് കഴിഞ്ഞ ആ ഏപ്രിൽ മുതൽ അടുത്ത 3 വർഷം വരാൻ പോകുന്ന എല്ലാ ഒഴിവുകളും ഫില്ല് ചെയ്യുന്നത് ഈ റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2006 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ. ദെൻ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. അതായത് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ST SC ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 41 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ OBC നമ്മൾ നോക്കുകയാണെങ്കിൽ OBC 2/1/1985 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് ST ആണെങ്കിലോ 2/1/1983 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് നോക്കിയിടാം. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ജനറൽ ആണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ EWS ആണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. അതേസമയം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ എന്താ പറയുക മെസ്സേജ് വരുന്നത്, അതായത് എക്സാം ഒക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിന് മുമ്പായിട്ട് മെസ്സേജ് വരുന്നത്, ആ സമയത്ത് മാത്രം EWSന്റെ സർട്ടിഫിക്കറ്റ് മതിയാവും. പക്ഷേ അങ്ങനെ ഉള്ള ആൾക്കാർ അത് എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പിച്ചേക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ഫിക്സ് ചെയ്തേക്കുക. ഓക്കെ, EWS ആണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടിക്കറ്റ് അയക്കുക. സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് മാത്രം മതിയാകും. ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. നാളെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വരാൻ പോകുന്നത്. ജനുവരി 1 ഇതിന്റെ സിലബസ് വരും. ദെൻ അത് കഴിഞ്ഞ് നമുക്കറിയാം 2 എക്സാം ആണുള്ളത്. അതായത് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്രിലിംസ് വന്നിട്ട് ഒരു പേപ്പർ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ മെയിൻസ് ആണെങ്കിലോ 2 പേപ്പറുണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇവിടെ എക്സാമിന്റെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതായത് നോക്കിയിടാം. ഇവിടെ എക്സാം ഡ്യൂറേഷൻ, പ്രിലിംസിന്റെ എക്സാം ഡ്യൂറേഷൻ 1.25 മണിക്കൂറാണ് പ്രിലിംസിന്റെ എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഒന്നാലോചിച്ചൊക്കെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. അവിടെ 1.25 മണിക്കൂറാണ് പ്രിലിംസിന് സമയം തന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഫസ്റ്റ് സാധനം എന്താണ്, നമുക്ക് സ്പീഡിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതായത് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ അതിനെ ഒരിക്കലും ഒരു ഡീമെറിറ്റ് ആയിട്ട് കാണരുത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ബാക്കി എല്ലാവരും വിഴുന്നത് ഈ സമയത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഒരു പ്രോപ്പർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രെയിൻ ചെയ്യുക. മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യനെ SSC റെയിൽവേ എക്സാം പോലെ മാക്സിമം സ്പീഡിൽ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അത് കഴിഞ്ഞ മെയിൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മെയിൻസിന് 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 വന്നിട്ട് 1.5 മണിക്കൂറാണ് പേപ്പർ 1. പേപ്പർ 2 എത്ര മണിക്കൂർ തന്നെയാണ്, 1.5 മണിക്കൂറാണ് പേപ്പർ 2 വരുന്നത്. ക്ലിയർ ആണ്, ഓക്കെ ആണ്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കാണും. ഇവിടെ തന്നിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് കാണും, ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ. അത് കഴിഞ്ഞ ഡീറ്റെയിൽഡ് സിലബസ് എപ്പോൾ വരും, നാളെ ആയിരിക്കും ഡീറ്റെയിൽഡ് സിലബസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ കൂടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതായത് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ വന്നു, HSA നോട്ടിഫിക്കേഷൻ വന്നു, IRBയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ. ഇന്നലെ തന്നെ നമ്മുടെ സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഒത്തിരി നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒറ്റ പ്രിപ്പറേഷൻ മാത്രം മതി. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രം മതി. ഇത്രയും എക്സാംസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ എടുത്ത് ബാക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇതിന്റെ എക്സാം നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം. നോക്കിയടാ, ഇതിന്റെ എക്സാം പ്രതീക്ഷിക്കേണ്ടത്
പ്രിലിംസിന്റെ പരീക്ഷ എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഏപ്രിൽ മാസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഒരു 4 ഘട്ടമായിട്ടായിരിക്കും ഇതിന്റെ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ മുമ്പിലുള്ളത് വെറും 100 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 100 ദിവസം തീ പോലെ ഒരു അടിപൊളി സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ പോകരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാമിനെ ഒന്നും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഏപ്രിൽ നമുക്ക് ഇതിന്റെ പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ, സെപ്റ്റംബർ മാസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മെയിൻസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, ഇപ്പോൾ നിലവിൽ വന്നേക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ദാ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാക്കി നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ജനുവരി മാസമോ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രതീക്ഷിക്കുന്നുണ്ട് ബാക്കിയുള്ള ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ. ഇവിടെ ഒരു വിഷമം, എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു കേട്ടോ. ഏതാണ്? എക്സൈസ് ഇൻസ്പെക്ടർ അല്ല, CEO നോട്ടിഫിക്കേഷൻ ദാ വരാൻ പോകുന്നെന്ന് PSC ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പോലീസും പിന്നെ അത് കഴിഞ്ഞ് CPOയും സിവിൽ എക്സൈസ് ഓഫീസറും. പക്ഷേ അവിടെ മിസ്സായ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 2021 വന്ന നോട്ടിഫിക്കേഷൻ. ഓക്കെ, അവിടെ ആ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 4 മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. എന്ന് വെച്ചാൽ നിലവിലെ റാങ്ക് ലിസ്റ്റ് 2026 ഏപ്രിൽ മാസം വരെ, ഏപ്രിൽ 11 വരെ നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന എപ്പോഴായിരിക്കും? 2026 ഏപ്രിൽ 12 പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നടന്ന നിയമനം, ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ എത്ര അഡ്വൈസ് പോയായിരുന്നു? 285 അഡ്വൈസ് പോയി. ദെൻ EWS നോക്കിയടാ, EWS 321 അഡ്വൈസ് പോയിട്ടുണ്ട്. ദെൻ ടോട്ടൽ അഡ്വൈസ് 419 അഡ്വൈസ് ആണ് ഇതുവരെ പോയത്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് 16 മാസം എന്തുണ്ട്? കാലാവധിയുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ഒരു ഇരട്ടി, ഒരു 800+ അഡ്വൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. മക്കളെ, ഒറ്റ കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ എക്സാം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ 100 റാങ്കിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റണം. ആദ്യത്തെ 100 റാങ്കിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റണം. അതിന് വേണ്ട ഒരു മികച്ച പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ്, നമ്മുടെ മന്ത്ര ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റ വാക്കിൽ ആ ബാച്ചിനെ ഡിഫൈൻ ചെയ്യാം. നിങ്ങളുടെ ജോലിക്കായിട്ട് മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ബാച്ചിൽ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, ഏതാണ്ട് നമ്മൾ ആ ബാച്ചിനകത്ത് പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇന്റർവ്യൂ അസിസ്റ്റൻസ് അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് ആ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസ് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ സിലബസ് ആയിക്കോട്ടെ, അടുത്ത് ബാക്കി വരാൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലുള്ള നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഈ മന്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, എല്ലാം ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താമസിക്കേണ്ട. ഇപ്പോൾ ന്യൂ ഇയറിന്റെ ഓഫറും ബാക്കിയെല്ലാം ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോലിയിൽ കുറഞ്ഞൊന്നും ഈ ബാച്ചിനകത്തില്ല. സോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.